ഹലോ ഹായ്. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവരൊക്കെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. സമയം 7:45 ഞാനൊരു 6:45 നീച്ചു. അപ്പോൾ അവർ വേഗം അമ്പലത്തിൽ പറഞ്ഞയച്ചു. എന്നിട്ട് എനിക്ക് കുളിക്കുക, എന്നിട്ട് അടുക്കളത്തെ കാര്യങ്ങൾ നോക്കാം. അത് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ നമ്മള്. ബായ്. നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടാ. അപ്പം അവരങ്ങനെ വേഗം അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം കിഴങ്ങ്, ഇന്ന് പൂരിയും ഇഷ്ടമാണ്. അപ്പം വേഗം കിഴങ്ങ് വേവിച്ചിട്ട് ഞാൻ വേഗം കുളിക്കാൻ പോട്ടെ. അത് വരുമ്പോഴേക്ക് ഇത് ആവണമെന്നുണ്ട്, പക്ഷെ ആവുമെന്ന് അറിയില്ല. ഞാൻ ക്ലാസ്സിൽ എക്സാം ആവാനായി. അപ്പോൾ ക്ലാസ്സിലത്തെ റെക്കോർഡ് വർക്കുകൾ കുറച്ച് കുറേ തീർക്കാനുണ്ട്. അപ്പോൾ അത് തീർക്കാൻ കടന്ന് 12 മണിയൊക്കെ ആയി കിടക്കാം. പിന്നെ രാവിലെ കഴിക്കാൻ എന്നും നേരം കഴിയും. ഇത് ആയി ആയിട്ട് വേണം. അപ്പം എന്തായാലും അടുത്ത പുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ചേച്ചി കൊടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ചെത്തായിട്ടുണ്ട് അല്ലേ, ട്രൗസറും കുപ്പായും. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട്, അതായത് ആദ്യക്കുട്ട ഫോട്ടോസൊക്കെ എടുത്ത് ഗ്യാലറി ഫുള്ള് നടക്കുകയായിരുന്നു. പിന്നെ അച്ഛനോടൊരു ഭാഗത്ത് പോയിരുന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോസുകൾ നേരെയിനോ നോക്കുകയായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ടുണ്ട്, എൻ്റെ ഫോട്ടോകൾ നല്ല രീതിയിൽ എടുത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ. അവർ വരുമ്പോഴേക്കും എല്ലാം തീർക്കണം എന്ന് പക്ഷെ ഒന്നും തീർന്നിട്ടില്ല. അതാ കൂട്ടാനുണ്ടാവും. ചട്ടി അടുപ്പത്ത് വെച്ച് പൂരി ഉണ്ടാക്കാൻ തുടങ്ങണം. വേഗം ഉണ്ടാക്കട്ടെ. മമ്മീൻ്റെ വകയല്ലെന്ന് പൂരി അല്ലേ മമ്മി? പൂരി ഇഷ്ടക്കറി. ആദി, you like it പൂരി? You like it പൂരി? Yes. Amalu, you like it പൂരി? No. Why? 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 എനിക്ക് 2 പൂരി. മൂന്നെണ്ണം കഴിക്കട്ടാതെ. മതി മതി മതി. അമ്മാളെന്താട്ടണേ? ഞാൻ കൊണ്ടൂല. അതന്നെയല്ല ഇപ്പൊ എന്റെ മേത്ത് തീർത്തത്. അതിക്കുട്ടി എങ്ങോട്ടാ പോണേ? ഇപ്പൊ ഞങ്ങള് കരാട്ടയ്ക്ക് പോണല്ലേ? അതേ എങ്ങനെയാണ്? ഞാൻ ആദ്യക്കുട്ടനെ കൊണ്ടാക്കി വന്നപ്പോഴേക്കും അമ്മാൾക്കുട്ടി നല്ല അടിപൊളിയായിട്ട് കിടന്ന് നല്ല വിശാലമായിട്ട് ഫുട്ബോൾ കളി കാണാണ്. ഞങ്ങൾ പിറന്നാളായിട്ട് സദ്യ ഒന്നും വീട്ടിലുണ്ടാക്കിയില്ല. ഞങ്ങൾ പുറത്ത് പോകാമെന്ന് കരുതി. നല്ല അടിപൊളി സദ്യ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവിടേക്ക് എല്ലാവരും കൂടിയും പോകാമെന്ന് കരുതി. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. പാകത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ പോയി. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തി. പിന്നെ ഇല വന്നു, പുളിയിഞ്ചി വന്നു, അച്ചാർ വന്നു, ഓലം വന്നു, കാളം വന്നു, അവിയൽ വന്നു എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായി വന്നു. അവസാനം നമ്മളെ ചോറെത്തി. ചോറ് പിന്നെ എല്ലാവർക്കും വിളമ്പി. പിന്നെ സാമ്പാർ അതൊക്കെ വിളമ്പി കഴിഞ്ഞ് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് നല്ല എല്ലാവർക്കും സദ്യ നല്ല ഇഷ്ടമായി. പിറന്നാളൊട്ടിനും നല്ല ഇഷ്ടമായി.
പിന്നെ അവിടെ പുറത്ത് നല്ല ഊഞ്ഞാലും ഒരു മൂച്ചി അതിൽ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ അമ്മ ചേച്ചിക്ക് മാങ്ങ കാണിച്ചു കൊടുക്കായിരുന്നു. അതോ മാങ്ങ കണ്ടോ, അതോ നിൽക്കണോ, അതോ നിൽക്കണോ. അപ്പോൾ ചേച്ചി അത് സൂം ചെയ്തിട്ട് മാങ്ങേനെ കാണിച്ചു തരുമായിരുന്നു. 2-3-4 മാങ്ങ ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മ അതാ കണ്ടോ മാങ്ങ കണ്ടോ എന്നാണ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ, പാർട്ട് 2 ആയിട്ട്. ബൈ.